നമുക്കെല്ലാവർക്കും അറിയാം ഈ വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാറ്റം തന്നെയാണ്, അല്ലെങ്കിൽ വരുവാനായിട്ട് പോകുന്ന ഒരു ചേഞ്ച് തന്നെയാണ് ഡിഫൻസിലുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ മിലോസ് ട്രെൻസിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിലനിർത്തത്തില്ല എന്നൊരു കാര്യം മുമ്പ് തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ ടീമിലേക്ക് എത്തിക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ്. അത് മാത്രമല്ല മറ്റ് പല താരങ്ങളെയും, അത് ഇന്ത്യൻ ഡിഫൻസീവ് താരങ്ങളെയും പുതിയതായിട്ട് ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ട്രെൻസിച്ചിനെ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ആരെ എത്തുമെന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല അപ്ഡേറ്റുകളും റൂമറുകളും ഒക്കെ തന്നെ പല താരങ്ങളുടെയും പേരിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ആദിൽ താഹിഫ് എന്ന് പറയുന്ന താരം. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു വാർത്ത 2-3 തവണ നമ്മൾ തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ISL സീസൺ അവസാനിച്ച ഒരു ഡുറൻ കപ്പിൻ്റെ ഡുറൻ കപ്പ് പോട്ടെ സൂപ്പർ കപ്പിൻ്റെ ഒരു സമയം തൊട്ട് തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് എടുത്തെടുത്ത് കേൾക്കുന്നതാണ്. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ വാർത്ത, അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്ത് പുറത്തേക്ക് വരുന്ന വാർത്തകൾ കൂടുതൽ ശക്തി പ്രാപിച്ചാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ കാര്യമായ മാറ്റങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ വരുവാനായിട്ട് പോകുന്ന സീസണിലെങ്കിലും ഒരു ട്രോഫി എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്നൊരു കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ ഒരു താരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൊറോക്കൻ താരമാണ്. അത് മാത്രമല്ല 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാനേജ്മെൻറ്റ് എത്തിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് നിലവിൽ നെഗോസിയേഷൻസ്, അതായത് ചർച്ചകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ ഇൻടോക്സ് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളും, അതായത് മെഡിക്കൽ തൊട്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം എന്നും കൂടി എടുത്തെടുത്ത് പറയേണ്ടതാണ്. മറ്റ് പല താരങ്ങളുടെയും പേര് എടുത്തെടുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും മിലോസിൻ്റെ പകരക്കാരനായിട്ട് കൂടുതൽ യോഗ്യത, അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ളൊരു താരം ഇദ്ദേഹം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സോ മിലോസ് ട്രെൻസിച്ചും ഏകദേശം ആ ലെവൽ, അത് 25-26 പ്രായം മാത്രമേ ഉള്ളൂ. സോ അതിനാൽ തന്നെ ഇദ്ദേഹത്തെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ കുറച്ചും കൂടി യങ്ങറായിട്ടുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ടീമിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ടീമിൽ ഭാവി പദ്ധതികളിൽ ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം, അതായത് ആദിൽ താഹിഫ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നൊരു കാര്യം. അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് മൊറോക്കൻ താരങ്ങളുടെ ISL ഒരു മികവെന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന നുഹാസ് സദോയി തൊട്ട് ന് വേണ്ടി കളിക്കുന്ന ബെമാമർ ആവട്ടെ, അതുപോലെ തന്നെ ISL ഏറ്റവും അധികം മികച്ച പ്രകടനം മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചിട്ടുള്ള അഹമ്മദ് ജാഹു ആവട്ടെ, ഇവരെല്ലാം മൊറോക്കൻ താരങ്ങളാണ്. സോ മൊറോക്കൻ താരങ്ങൾക്ക് ISL നല്ലൊരു ഒരു സ്ട്രെങ്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് എടുത്തെടുത്ത് പറയുവാനായിട്ട് സാധിക്കും. സോ അതിനാൽ തന്നെ ആദിൽ താഹിഫിനെ പോലുള്ള ഒരു മൊറോക്കൻ താരത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരിക്കും ഗുണം ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കുന്നതാണ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇദ്ദേഹം വരുവാനായിട്ട് പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കാണുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ.